വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 27 മുതൽ 40 വരെ. പുനരുത്ഥാനമില്ലെന്ന് പറയുന്ന സാധുക്കരിൽ ചിലർ യേശുവിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഗുരു, ഒരുവൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ ഭാര്യയെ അവന്റെ സഹോദരൻ പരിഗ്രഹിച്ച് മരിച്ചയാളിനു വേണ്ടി സന്തതിയെ നിലനിർത്തണമെന്ന് മോശ എഴുതിയിട്ടുണ്ടല്ലോ. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ ഒന്നാമൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചു. രണ്ടാമനും അവളെ വിവാഹം കഴിച്ചു, അവനും മക്കളില്ലാതെ മരിച്ചു. പിന്നെ മൂന്നാമനും അങ്ങനെ ചെയ്തു. 7 പേരും അവളെ വിവാഹം കഴിക്കുകയും മക്കളില്ലാതെ മരിച്ചു പോവുകയും ചെയ്തു. ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും? 7 പേരും അവളെ സ്വീകരിച്ചുവല്ലോ. യേശു അവരോട് ഇപ്രകാരം കൽപ്പിച്ചു, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ വരുവാനുള്ള ലോകത്തിനും മരിച്ചതിനുള്ള ഉയർപ്പിനും അർഹരാകുന്നവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹം കഴിപ്പിക്കുന്നതുമില്ല. അവർ മാലാഖമാരെ പോലെ ആകുന്നതുകൊണ്ട് അവർക്ക് വീണ്ടും മരിക്കുവാൻ കഴിയുകയുമില്ല. അവർ ഉയർപ്പിന്റെ മക്കളായി തീർന്നതുകൊണ്ട് ദൈവമക്കളായി തീർന്നിരിക്കുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മോശ മുഖാന്തരം സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയെന്നാൽ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായ കർത്താവ് എന്ന് മുൾപ്പടപ്പിൽ പറയുന്നതായി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടേതാകുന്നു. എല്ലാവരും ദൈവത്തിന് ജീവനുള്ളവരാണ്. വേദപണ്ഡിതരിൽ ചിലർ അവനോട്, ഗുരു, നീ നന്നായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് ഒരു ചോദ്യവും ഉന്നയിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ച നാളെ വരുന്നു. ആ നാളത്തെ ആരാധന ആത്മാവിലും സത്യത്തിലുമാക്കാൻ വേണ്ടി കഴിഞ്ഞ ബുധനാഴ്ച മുതലേ നമ്മൾ ഒരുക്കധ്യാനങ്ങൾ നടത്തി വരികയായിരുന്നു. നമ്മുടെ നാളത്തെ ആരാധന, നിങ്ങൾ ഏത് പള്ളിയിൽ പോയാലും, ഇവിടെ ആരാധന ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പോകുന്ന പള്ളികളിൽ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിച്ച് നമ്മുടെ വാതുക്കൽ കിടക്കുന്ന പാപനെ ചവിട്ടാനുള്ള ശക്തിയുള്ളവരായി തീരണമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും പ്രധാന സന്ദേശം. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും വാതുക്കൽ പാപം കിടപ്പുണ്ട്, ഒരു പാമ്പിനെ പോലെ. ആ പാപത്തിന് നമ്മളോട് ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ പ്രാണനെ വലിച്ചെടുത്തിട്ടതിന് നമ്മളെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്, എന്നിട്ട് അതിന് ജീവിക്കണമെന്നുണ്ട്. അപ്പോൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ദേഹി മരിക്കുന്നു, ആ പാപം ചെയ്യിപ്പിക്കുന്ന പിശാച് ജീവിക്കുന്നു. ആ പിശാച് നമ്മൾ തന്നെയായിരിക്കും ജീവിക്കുന്നത്. അതുകൊണ്ട് ആ പിശാചിന് ഈ പാപം ചെയ്യിപ്പിക്കുന്നത്ര വലിയ കൊതി. നമ്മൾ പാപം ചെയ്താൽ നമ്മുടെ ദേഹിയിൽ മരണം ഉണ്ടാകും. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ തള്ളപ്പെടുന്നു. ദൈവസന്നിധിയിൽ തള്ളപ്പെട്ടാൽ പിന്നെ പിശാചിനെ കൊള്ളപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പിശാചിന്റെ ആഹാരമായി തീരാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ കൈവിട്ടാൽ പിശാച് നമ്മളെ കൈയടക്കും. അവൻ നമ്മളെ എങ്ങനെയാ കൈയടക്കാൻ സാധിക്കുന്നത് നോക്കി നമ്മൾ വാതിൽ കിടക്കുക. അപ്പോൾ നമ്മുടെ വാതിൽ തുറന്ന് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ വാതിൽ തുറക്കുന്നതിന് മുമ്പ് വാതിൽ കിടക്കുന്ന പാപത്തിനെക്കുറിച്ച് ബോധം വേണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവൻ നമ്മുടെ അകത്ത് കയറാൻ കഴിവുണ്ട്. കാണാനും കേൾക്കാനും മണക്കാനും ചിന്തിക്കാനും രുചിക്കാനും എല്ലാം ഉള്ള ആ കഴിവുകൾ പൈശാചികമായി ഈ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ അതിൽ കൂടെ അവനകത്ത് കയറാൻ സാധിക്കും. ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിലേക്ക് ഈ വാതുക്കൽ കിടന്ന ആ ഏദൻ തോട്ടത്തിന്റെ വാതുക്കൽ കിടപ്പുണ്ടായിരുന്നു. ആ ഏദൻ തോട്ടത്തിന്റെ വെളിയിൽ കിടപ്പുണ്ടായിരുന്നു ഈ പാപം. ആ പാപം വെളിയിലാക്കപ്പെട്ടിട്ടാണ് ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഏദൻ തോട്ടത്തിലെ ആദിവാസിയായിരുന്നു ഈ പാപം, അല്ലെങ്കിൽ പാപം ചെയ്യിപ്പിക്കുന്ന പിശാച്. ചെറിയ ഉടർത്തി മറിക്കുന്ന ചെറുപ്പായി ഏദൻ തോട്ടത്തിലെ ആദിവാസിയായിരുന്നു എന്നുള്ള കാര്യം യെഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴോട്ട് വായിച്ചാൽ അറിയാം. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വയെ ആവസിപ്പിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ആദിവാസി ചെറിയ മറിക്കുന്ന ചെറുപ്പായി അവിടെ ഒരാളുണ്ടായിരുന്നു. ആ ആളാണ് പാപം ചെയ്യിപ്പിക്കുന്ന പിശാചായി മാറിയത്. അപ്പൊ അവിടുന്ന് കുടിയിറക്കപ്പെട്ടതായ ആ പാപം ചെയ്യിപ്പിക്കുന്ന പാമ്പിനെ, ആ പിശാചിനെ ഏദൻ തോട്ടത്തിലെ ഹവ്വയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജീവിയായിരുന്നു സർപ്പം. ആ സർപ്പത്തിനെ കൂട്ടുപിടിച്ചു. അതുകൊണ്ടാണ് പാമ്പെന്ന് പറയേണ്ടി വന്നത്. പാമ്പുമായിട്ടുള്ള ബന്ധം എന്താണ്? പാമ്പ് ഈ ഹവ്വയോട് വളരെ ഇണങ്ങി ജീവിച്ച ഏറ്റവും ഇണക്കമുള്ള ഒരു ജീവിയായിരുന്നു. ഏദൻ തോട്ടത്തിലെ കളിത്തോഴനായി ഹവ്വയുടെ കൂടെ എപ്പോഴും നടക്കുന്നയാളായിരുന്നു.
നമ്മൾ വളർത്തുന്ന പട്ടിയും പൂച്ചയും അണ്ണാനും ഇതൊക്കെ നമ്മളെ ഭാലോചിച്ച് നമ്മുടെ കൂടെ താമസിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതെന്ന ഘട്ടത്തിൽ ഹൗവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജീവിയായിരുന്നു സർപ്പം. അത് ഇഴയുന്ന ജീവിയല്ലായിരുന്നു. അത് രണ്ടു കാലേ നടക്കാൻ കഴിവുള്ള, ഒരു പുരുഷനെ പോലെ തന്നെ നടക്കാൻ കഴിവുള്ള സുന്ദരനായ ഒരു ജീവിയായിരുന്നു. അപ്പൊ ഹൗവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിയായിരുന്നു സർപ്പം. ആ സർപ്പത്തിന്റെ കൂടെയായിരുന്നു ഹൗവയുടെ നടപ്പും വരവും പോക്കും എല്ലാം. അപ്പൊ അത് പിശാച്, ഏർനോട്ടത്തിന്റെ വെളിയിലുണ്ടായിരുന്ന പിശാച് പ്രത്യേകം ശ്രദ്ധിച്ചു. ഈ ഹൗവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഈ സർപ്പത്തിനകത്തൂടെ അവളുടെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ഹൗവയുടെ മുമ്പിൽ പിശാച് കിടന്നപ്പോൾ ഹൗവയ്ക്ക് താല്പര്യമുള്ള ഈ പാമ്പിലൂടെയാണ് അകത്ത് കയറിയത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട വസ്തുവകൾ, പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിച്ചോണം. അവരെ പിശാചും സൂക്ഷിക്കുന്നുണ്ട്. ഈ കാര്യം നിങ്ങൾ നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീ, ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവകൾ മുതലായവ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അതേതാണെന്ന് പിശാച് നോക്കും. അതിലെവിടെ ആയിരിക്കാം കയറാൻ ശ്രമിക്കുന്നത്. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എലിയെ പിടിക്കുന്ന എങ്ങനെ? എലിക്ക് താല്പര്യമുള്ള ആഹാരം ഏതാണെന്ന് അറിയാൻ വേണ്ടി പലത് ഇട്ട് കൊടുക്കും. ഏതാ വേഗം നിർത്തോണ്ട് പോകുന്നത് ശ്രദ്ധിക്കും. തേങ്ങാക്കൊത്തിന് വലിയ ഇഷ്ടമാണ്. അപ്പൊ പിറ്റേ ദിവസം തേങ്ങാക്കൊത്തിനകത്ത് ഉണ്ടായിരിക്കും, വിഷം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളെ പരീക്ഷിക്കാൻ പിശാച് നമ്മളെ പുറകെ നടക്കുക. നമുക്ക് ഏറ്റവും താല്പര്യമുള്ള വ്യക്തി ആരാണ്, ഏറ്റവും താല്പര്യമുള്ള സാധനം എന്താണ്, ഏറ്റവും താല്പര്യമുള്ള ശബ്ദം ഏതാണ്, ഇതെല്ലാം അവൻ ശ്രദ്ധിക്കും. ആ രീതിയിൽ അവൻ നമ്മുടെ അടുത്ത് കയറാൻ സാധ്യതയുണ്ട്. പാപം വാതിൽക്കൽ കിടക്കുന്നു. ഈ കാര്യം അതുകൊണ്ടാണ് നമ്മുടെ യേശു അല്ലാതെ എനിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് എല്ലാത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നവർക്ക് മാത്രമേ പാപത്തിന്റെ വഞ്ചനപ്പെടാതിരിക്കാൻ സാധിക്കുള്ളൂ. നോമ്പ്, ഉപവാസം എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ബലിപീഠത്തെ വെക്കുന്നതാണ്. ഈ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാപത്തെ ജയിക്കണമെങ്കിൽ പാപം കയറി വരുന്ന പ്രിയപ്പെട്ട സാധനങ്ങളെ മുഴുവൻ ബലിപീഠത്തെ വെക്കാൻ പഠിച്ചാലേ പാപത്തെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിന്ന് പാപത്തെ ജയിക്കാൻ കഴിയാത്തതിന്റെ കാര്യം എന്നാ? നമ്മൾ പ്രിയപ്പെട്ടത് സ്വന്തമാക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വരുന്നത്. പ്രിയപ്പെട്ട ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും സ്വന്തമാക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ട വീട് വാങ്ങിക്കാൻ, പ്രിയപ്പെട്ട ജോലി കിട്ടാൻ, പ്രിയപ്പെട്ട ഓരോന്ന് കൈവശപ്പെടുത്താൻ വേണ്ടി മെഴുതിരി കത്തിയും നോമ്പെടുക്കലും വരവും പ്രാർത്ഥനയും കുർബാനയും വെക്കുക. പിശാചിന് അവരോട് ഒരു പേടിയില്ല. അതിൽ കൂടെ പിശാചായിരിക്കും കയറുന്നത്. നമ്മൾ യേശുവിനെ കിട്ടാൻ വേണ്ടി ആരെങ്കിലും കുർബാനയിലേക്കാറുണ്ടോ? യേശുവിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലാത്തവരൊക്കെ പാപത്തിന് കൂട്ടു നിൽക്കാൻ പോവുകയാണ്. ഈ കാര്യം നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കിയിരിക്കുന്നു? പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. ഹൗവയ്ക്ക് ആ വിലക്കപ്പെട്ട പഴത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അത് മാത്രമല്ല, കളിത്തോടനായി സർപ്പത്തിനോടും ഭയങ്കര താല്പര്യമായിരുന്നു. ഈ രണ്ട് താല്പര്യങ്ങളെ ഏദൻ തോട്ടത്തിന്റെ വെളിയിൽ നിന്നായ പിശാച് നോട്ട് ചെയ്തു, ശ്രദ്ധിച്ചു. കൊള്ളാം, ഇവളെ പറ്റിക്കാൻ ഇത് തന്നെ മാർഗം. ഇവളെന്നും ഈ ഏറുകണ്ട് ഇട്ട് നോക്കുന്ന ഈ വിലക്കപ്പെട്ട പഴവും, ഇവളുടെ കൂടെ ഞാൻ ചങ്ങാതിയായിട്ട് നടക്കുന്ന സർപ്പവും ഇവളെ വഞ്ചിക്കാൻ കൊള്ളാം, അവൾക്ക് വിഷം കൊടുക്കാനായിട്ട് നല്ല സാധനമാണ് എന്ന് വിചാരിച്ച് ഹൗവയ്ക്ക് കൈവിഷം കൊടുക്കാൻ വേണ്ടി പിശാച് ഉപയോഗിച്ച സാധനമാണ് വിലക്കപ്പെട്ട പഴം. വിലക്കപ്പെട്ട ആ പഴം എന്ന് പറയുന്നത് കൈവിഷപ്രയോഗം അവിടെയാണ് ആദ്യം തുടങ്ങുന്നത്. അത് പിശാച് ഊതി അങ്ങോട്ട് കൊടുത്തത്. പാമ്പ് അതങ്ങോട്ട് പറിച്ചിട്ട് ഒന്ന് ഊതി അതിനകത്ത് വിഷം കയറ്റിയിട്ട് അങ്ങ് വെച്ചു കൊടുത്തു. കൈവിഷം എന്ന് പറയുന്ന ഇതാ. കൈവിഷം എന്ന് പറയുന്ന അത്യാഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പിശാചിന്റെ കയ്യിലോട്ട് ഏതെങ്കിലും സാധനം വെച്ചു കൊടുക്കും. അവനത് ഊതി അവന്റെ ആത്മാവിലാക്കി തിരികെ തരും. അത് കഴിച്ചാൽ ആ അത്യാഗ്രഹത്തിന്റെ പുറകെ നമ്മൾ പോകും. കൈവിഷം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വിഷമായി മാറിയാൽ അത് അമിതമായ മമതയാണ് അതിനെ ഉണ്ടാകുന്നത്. കിട്ടിയത് അടങ്ങിയേ മതിയാവുന്നൊരു ഭ്രാന്ത് പിടിച്ചൊരു അതിന്റെ പുറകെ ഒരു പോക്കായിരിക്കും. അങ്ങനെ ആ കൈവിഷം ഉള്ളിൽ കയറുവാൻ പിശാച് ഉപയോഗിച്ചത് സർപ്പത്തിനെയും അവൾ മോഹിച്ചതായ പഴത്തെയുമാണ്. നമ്മൾ എന്തിനെ മോഹിക്കുന്നോ അതിന്റെ ഒരു പിശാചും കൂടെ കാണും. അമിതമായ മമത പിശാചിന്റെ ഒളിപ്പടമാണ് എന്ന് അറിഞ്ഞിരിക്കണം. അമിതമായ മമത ആരോടെങ്കിലും എന്തിനോട് വന്ന ഉടനെ വിചാരിച്ചോളും പിശാച് അടുത്തുണ്ടെന്ന്. എല്ലാത്തിനേക്കാൾ അത് യേശുവിനെ മാത്രമേ സ്നേഹിക്കാവൂ. അവന് വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു. നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ഹൃദയമാണ് ശുദ്ധമുള്ള ഹൃദയം. എന്നാൽ അത്യാഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ദൈവത്തെ വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്താൽ അത് അത്യാഗ്രഹമാണ്, അത് സ്വേച്ഛാരാധനയാണ്, അത് ദൈവസന്നിധിയിൽ എത്തുകയില്ല, പിശാചായിരിക്കും അതിനൂടെ കൂടുന്നത്. ഇത് പറഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ വാതിൽക്കൽ കിടക്കുന്ന പാപിനെ ജയിക്കണമെങ്കിൽ വാതിൽക്കൽ കിടക്കുന്ന പാപത്തെ ജയിച്ചവൻ നമ്മുടെ അകത്ത് വേണം. എല്ലാവരും അത്യാഗ്രഹികളാണ്, എല്ലാവർക്കും മോഹങ്ങളുണ്ട്, എല്ലാവർക്കും അത്യാഗ്രഹങ്ങളുണ്ട്. എല്ലാവരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുക അവയുടെ രക്തമാണ് നമ്മുടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ വല്യമ്മച്ചിയുടെ രക്തം എന്ന എല്ലാവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും അത്യാഗ്രഹങ്ങളുണ്ട്. അതിനെ കുറച്ച് ബലിപീഠത്തിൽ വെച്ച് എനിക്ക് പിതാവായ ദൈവം എനിക്ക് സമ്മാനിച്ച പുത്രനെ മാത്രം മതി, നിന്നെയല്ല ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴേ ഹൃദയം ശുദ്ധമാവുള്ളൂ.
ആ ഹൃദയത്തിൽ മാത്രമേ യേശു ജനിക്കുകയുള്ളൂ. ആ യേശു ജനിച്ച് വളർന്ന് സ്വർഗ്ഗാനം ചെയ്താലേ ഈ പാപപാപന് തലചതയ്ക്കാനൊക്കെ ഉള്ളൂ. കൃപായുഗത്തിൽ കന്യാമറിയാം മാത്രമാണ് എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചിട്ട് എനിക്ക് ഇമ്മാനുവേലിനെ മാത്രം മതി, ദൈവം നമ്മോടുടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലിനെ എനിക്ക് വേണം, മനുഷ്യജാതിയെ രക്ഷിക്കുന്ന രക്ഷകനെ എനിക്ക് മതി, വേറെ ആരെയും എനിക്ക് വേണ്ട, കുറച്ചിരുന്ന കല്യാണം അങ്ങോട്ട് പോട്ടെ, ആ പുണ്യവാളനായിരിക്കുന്ന യോസേഫും എനിക്ക് വേണ്ട, എനിക്ക് യേശു മാത്രം മതി എന്ന് പറഞ്ഞപ്പോഴാണ് കന്യാമറിയാമിന്റെ ഹൃദയം ശുദ്ധമായത്. കന്യാമറിയാമിന്റെ ഹൃദയം വിശുദ്ധമായി പുത്രനെ സ്വീകരിപ്പാൻ തയ്യാറായി. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എനിക്ക് വേറെ ഒരു ഇഷ്ടവുമില്ല, ഈ വചനം നടപ്പിലാക്കുന്നതാണ് എന്റെ ഇഷ്ടം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന വചനം ഹൃദയത്തിൽ നിറഞ്ഞു. അത് ഉദരത്തിൽ ഒരു കുഞ്ഞായി വളരാൻ ആരംഭിച്ചു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ യേശുവിന് വളരണമെങ്കിൽ, യേശുവിനെ അല്ലാതെയുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ബലിപീഠത്തിൽ വെക്കാമെങ്കിൽ ആ ശുദ്ധ ഹൃദയത്തിൽ മാത്രമേ യേശു ജനിച്ചിട്ട് വാതിൽ കിടക്കുന്ന പാമ്പിനെ ചവിട്ടുള്ളൂ. വേഗത്തിൽ പാപപാമ്പിനെ ചവിട്ടാൻ സാധിക്കുമെന്ന് റോമാലേഖനം 16 അധ്യായത്തിന്റെ 19-20 വാക്കിൽ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പം അനുസരണത്തോടുകൂടെ ദൈവം വേണ്ട എന്ന് പറയുന്നില്ല, വേണ്ട, വേണമെന്ന് പറയുന്നത് മാത്രം മതി എന്ന് പറയുന്ന അനുസരണമുള്ളവർക്ക് മാത്രമേ ഹൃദയം ശുദ്ധമായിട്ട് യേശുക്രിസ്തുവിനെ ജനിപ്പിച്ച് വളർത്തി അവനെ സ്വർഗ്ഗാരോഹണം ചെയ്യിപ്പിച്ചിട്ട് ബന്ധുക്രിസ്തുയുടെ അനുഭവത്തിൽ നന്മയെ മാത്രം അറിയുകയും തിന്മയെ അകറ്റുകയും ചെയ്യുന്ന ആ സ്വാതന്ത്ര്യമുള്ളവർക്ക് മാത്രമേ ഈ പാപപാമ്പിനെ ജയിക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ നന്മയെ മാത്രം അറിയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറയുക എന്നാണ് ഇതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവിന്റെ പര്യായമാണ് നന്മ. അപ്പം നന്മയിൽ നിറയുമ്പോൾ മാത്രമേ ദൈവത്തെ അറിയാനൊക്കെ ഉള്ളൂ. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആത്മാവ് കൊണ്ടേ അറിയാനൊക്കെ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നവർക്ക് മാത്രമേ ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയാനൊക്കെ ഉള്ളൂ. ദൈവത്തെ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറയാനൊക്കെ ഉള്ളൂ. ഏതെങ്കിലും അശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തിന്മയെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അശുദ്ധാത്മാവിനെ പുറത്തിറക്കി അവനെ നമ്മൾ ദൂരീകരിച്ച് ഓടിച്ചതിന് ശേഷം ദൈവവും ദൈവാത്മാവും ദൈവവചനവും നമ്മുടെ ഉള്ളിലായി കഴിയുമ്പോൾ മാത്രമേ തിന്മ തൊടാത്തവരും നന്മ മാത്രം അറിയുന്നവരും തിന്മയെ അറിയാത്തവരുമായി നമുക്ക് യേശുവിനെ വളർത്തി ജന്മസാഫല്യയോടെ ഞാൻ സാധിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാന അനുഭവത്തിന് മുമ്പായി ഇപ്പോൾ വാങ്ങിപ്പോയ എല്ലാവരെയും ഓർക്കുന്ന സമയമാണിപ്പോൾ. വാങ്ങിപ്പോയവരെല്ലാവരും ഈ ഭൂമിയിൽ വെച്ച് പാപപ്പാമ്പിനെ ചവിട്ടി മതിക്കാൻ കഴിയാതെ പോയവരുണ്ടെങ്കിൽ അവരെ പാതാളത്തിൽ വിഷമിക്കുന്നുണ്ടാകാം. എന്നാൽ വിജയിച്ചു പോയവർക്ക് ആ വിജയം ലഭിച്ച് നമുക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ വിശുദ്ധ കുർബാനയിലും വാങ്ങിപ്പോയവർക്ക് സംബന്ധിപ്പാൻ അവസരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് രക്ഷാപൂർത്തിക്കായി, ശുദ്ധീകരണ പൂർത്തിക്കായി അവരെ ഈ ആരാധനയിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ മാലാഹയെ പോലെ കർത്താവിന് വേണ്ടി വ്രതമെടുത്ത് യേശുവിനെ സ്വീകരിച്ചു പോയ മാലാഹമാനെ പോയ പോലെ അവരുണ്ട്. കുടുംബജീവിതം നയിച്ച് പാപത്തിൽ മരിച്ചിട്ട് കുംഭസാരിച്ച് കുർബാന അനുഭവിച്ച് മോക്ഷം പ്രാപിച്ച് പർദീസായിലോട്ട് കയറിപ്പോയവരുണ്ട്. കള്ളനായിരുന്നവൻ യേശുവിനെ രാജാവായി അംഗീകരിച്ചിട്ട് പർദീസായിലോട്ട് കയറിപ്പോയ പോലെ അങ്ങനെ രണ്ടു വിധത്തിൽ പർദീസായി പോകുന്നവരുണ്ട്. ജീവകാലം മുഴുവൻ കർത്താവിന് സമർപ്പിച്ചിട്ട് അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ആനോക്കിനെ പോലെയും ഏലിയാവിനെ പോലെയും ഒക്കെ എടുക്കപ്പെടുന്നവരുണ്ട്. പാതാളത്തിൽ പോയതിന് ശേഷം കർത്താവ് അവിടെ ചെന്നവരെ പൊക്കിയെടുത്ത് തന്റെ ഉള്ളിലാക്കി അങ്ങനെ കള്ളനെ പോലെ പർദീസായി കയറുന്നവരുണ്ട്. ഇവരെല്ലാം രക്ഷാപൂർത്തിക്ക് വേണ്ടി നമ്മളെയും കൂടി ആശ്രയിച്ച് കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചത്തെയും കുർബാന വാങ്ങിപ്പോയവരുടെയും ഈ ഭൂമിയിലുള്ളവരുടെയും രക്ഷാപൂർത്തിക്ക് വേണ്ടിയുള്ള പാപപ്പാമ്പിനെ ചവിട്ടി മരിക്കാനുള്ള വലിയ യുദ്ധത്തിന്റെ ഒരു ഭാഗമാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാന അനുഭവത്തിൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ പരിശുദ്ധ കന്യമറിയാമിന്റെ ഉദരത്തിൽ ജനിച്ചതും വളർന്നതുമായ അതേ യേശുവിന്റെ ശരീരം നമ്മുടെ ഉദരത്തിലേക്ക് വരികയാണ്. ആ യേശുവിനെ നമ്മൾ ഉൾക്കൊണ്ട് ആ യേശുവിനെ നമ്മൾ വളരാൻ അനുവദിച്ചാൽ നമ്മുടെ അസ്ഥിയും മാംസവുമായി കർത്താവിന്റെ അസ്ഥിയും മാംസമായി നമ്മൾ മാറിയിട്ട് കർത്താവ് തലയോട് ചേരുന്ന ഉടലായി കർത്താവിന്റെ ഉയർപ്പിന്റെയും സ്വർഗ്ഗാരോഹണത്തിന്റെയും പങ്കാളിത്തം ലഭിച്ചിട്ട് നമുക്ക് പാപത്തെ ജയിക്കുന്ന അനുഭവം ലഭിക്കും. പാപത്തെ ജയിച്ചവനായ യേശുവാണ് നമുക്ക് ജയം നൽകുന്നത്. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പാടിയ 1 കൊരിന്ത്യർ 15:57 ഇപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ ഈ ബോധത്തോടെ വിശുദ്ധ കുർബാന അനുഭവത്തിന് മുമ്പായി വാങ്ങിപ്പോയ സകലരെയും ഓർത്ത് ധൂപം വയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവർക്കും ശരീരമില്ല. നമ്മുടെയും കൂടെ അവർക്ക് നമ്മുടെയും കൂടെ ശരീരം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവർക്ക് അവരുടെ രക്ഷാപൂർത്തിക്ക് ജീവിക്കുവാൻ നമ്മുടെ ശരീരം കൂടെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മളോടൊപ്പം ആരാധിച്ച് രക്ഷാപൂർത്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അവർ തുടരും.
നമുക്കില്ലാത്ത അവരുടെയിലും അവർക്കില്ലാത്ത നമ്മുടെയിലും ഉണ്ടെങ്കിൽ രണ്ടും കൈമാറി കഴിയുമ്പോൾ രക്ഷാപൂർത്തിയിലേക്ക് വളരാൻ സാധിക്കുന്നുള്ള ഓർപ്പിക്കുന്നു. വാങ്ങിപ്പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പൊതുവും വയ്ക്കുകയാണ്. അതിനുശേഷം വിശുദ്ധ കുർബാന അനുഭവത്തിനായി നമ്മൾ തയ്യാറാണെന്നുള്ള ഓർപ്പിക്കുന്നു. സെന്റ് ജോസഫ് ഹോമിൽ നിന്ന് വാങ്ങിപ്പോയൊരു സഹോദരിയുടെ ഓർമ്മ ദിവസം കൂടിയാണെന്ന്. എല്ലാ വാങ്ങിപ്പോയവരെ ഓർത്തുകൊണ്ട് പൊതുവും വയ്ക്കാം. അതിനായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. മക്കളെല്ലാം പെൺകൃപ ചെയ്യുന്നതുപോലെ വിശുദ്ധ കുർബാന അനുഭവത്തിന് ശേഷം വാതിൽക്കൽ കിടക്കുന്ന പാമ്പിനെ ചവിട്ടി മതിക്കാനുള്ള നന്മയുടെ ആത്മനിറവിന് വേണ്ടിയുള്ള നമ്മുടെ പ്രതിഷ്ഠയും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ മുമ്പോട്ടുള്ളതായ പോരാട്ട പ്രാർത്ഥനകളും തുടരാൻ പോകാമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പുസ്തകത്തിലെ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥന മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പ്രാർത്ഥന പോരാട്ടത്തിലൂടെ മാത്രമേ നന്മയാൽ തിന്മയെ ജയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് ആത്മാവിൽ പിശാചുമായി പോരാടി പ്രാർത്ഥിച്ച് നമ്മുടെ വാതിൽക്കൽ കിടക്കുന്ന പാമ്പിനെ മയക്കാനും ചവിട്ടാനും മെതിക്കാനും ഇതൊന്നും പറ്റില്ല, ഓടിക്കാനെങ്കിലും പറ്റില്ല. അങ്ങനെ കുറെ നാൾ ഓടിക്കുകയും അവസാനം മയക്കുകയും പിന്നെ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന വേലകൾ നമ്മളെ കൊണ്ട് ജയിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയെ കൊണ്ട് അത് ജയിപ്പിക്കുവാൻ അവരെ ഒരുക്കി. റോമർ 16:19-20 അതാണ് പറയുന്നത്. വേഗത്തിൽ സാത്താനെ നിങ്ങൾ കാലയുടെ ചാതച്ചരച്ചു കളയുമെന്ന് പറഞ്ഞു. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പൊ തിന്മയ്ക്ക് അജ്ഞാനികളും നന്മയ്ക്ക് ജ്ഞാനികളുമായി അനുസരണമുള്ളവരായി വേണ്ടാന്ന് പറയുന്നത് വേണ്ട, വേണ്ടിയെന്ന് പറഞ്ഞ് യേശുവിനെ മാത്രം മതി എന്ന് പറയുന്ന വൃതമുള്ളവർക്കാണ് ഈ കൈവിഷത്തിന്റെ ശല്യം മാറിക്കിട്ടുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എല്ലാവർക്കും കൈവിഷത്തിന്റെ ശല്യമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അത്യാഗ്രഹത്തോടെ പലരും തോന്നിട്ടുണ്ട്. അത്യാഗ്രഹത്തോടെ ആര് നമുക്ക് എന്ത് തരുന്നു അതിലൂടെ അശുദ്ധാത്മാക്കളിലൂടെ കാണും. അവരും അതിലൂടെ അങ്ങ് കയറുക. ദൈവനാമം മഹത്വപ്പെടട്ടെ, ദൈവേഷം നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വേണം ആകെയിൽ എന്തെങ്കിലും കൊടുക്കാൻ. അതിലൂടെ ദൈവാത്മാവ് കാണും. വിശുദ്ധ കുർബാന ഇവിടെ ഉണ്ടാക്കിയ അപ്പവും മീനുമാണ്. അത് ആ മാവ് കുഴയ്ക്കുമ്പോഴും ചുടുമ്പോഴും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യവും സാധിക്കാനില്ല, ദൈവമേ നീ ഇത് അനുഭവിക്കുന്നവരിൽ ജനിക്കണം, വളരണം, പാവപ്പാവിനെ തോപ്പിക്കണം എന്ന് പറഞ്ഞ് സങ്കേത പട്ടണത്തിൽ വരുന്നവർക്ക് നീ സങ്കേതമായി തീരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടായി ചെയ്യുന്നത്. വേറെ യാതൊരു സാധ്യത താല്പര്യം ഞങ്ങൾക്കില്ല. അതെല്ലാം മാറാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ കുർബാന തരുന്നിടം വരെ ഇത് ക്രോണോസെ വെച്ച് പ്രാർത്ഥിച്ച് ബലിപീഠത്തെ വെച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ശരീരം രക്തമാക്കി നിങ്ങളുടെ വായിലേക്ക് തരികയായിരുന്നു. അത് യേശു നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ജീവിക്കാനാണ്. ഞങ്ങൾക്ക് വേറെ യാതൊരു ഉദ്ദേശവുമില്ല. എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ച് ദൈവേഷ്ടം മാത്രം നടക്കണമെന്ന് മാതാവ് പറഞ്ഞതുപോലെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതനും ശുശ്രൂഷക്കാരും വരുന്നവരും ഇത് അനുഭവിക്കുന്നെങ്കിൽ യേശു നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ യേശു നമ്മുടെ ഉള്ളിൽ എത്രത്തോളം വളർന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ആ സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവാണ് ആത്മനിറവിന്റെ ആ കാര്യസ്ഥനെ നമ്മളെ അനാഥരായി വിടാതെ എന്നും കൂടെ ഇരിക്കുന്ന കാര്യസ്ഥനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറച്ചിട്ട് നമ്മൾ ദൈവത്തെ മാത്രം അറിയുന്നവരായി തീരും. പിശാചിനെ അറിയാൻ ഒക്കാതുകൊണ്ടാണ് നമ്മളെ വിട്ട് ഓടിപ്പോകും. ഈ ഒരു അനുഭവം വരാൻ വേണ്ടിയാണ് ഈ സങ്കേത ഭവനത്തിലെ ആരാധന എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാവങ്ങളോട് യാത്ര പറവാൻ മാതാവിന്റെ മാതൃകയിൽ വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും മാതൃകയിൽ നമ്മുടെ വാതുക്കൾ കിടക്കുന്ന പാമ്പിനെ നമുക്ക് ചവിട്ടണം. അതിനെ താമ്രം കൊണ്ടുള്ള ചെരുപ്പ് കിട്ടണം. സമാധാന ശീലത്തിലുള്ള ഒരുക്കം ചെരുപ്പാക്കണം. സർവായുധവർക്കം ധരിക്കണം. അതിന് നിങ്ങളെ സഹായിക്കാനാണ് ഇവിടെ ഈ പ്രത്യേക പരിപാടി. ഇതൊരു പ്രത്യേക പള്ളിയല്ല, ഇത് പ്രത്യേക സഭയല്ല, പ്രത്യേക പരിപാടിയല്ല. നിങ്ങളുടെ ഇടവകയെയും നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ സഭയെയും നിങ്ങളുടെ ഇടവപ്പള്ളിയിലെ സഭാ ജീവിതത്തെയും സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാ കാര്യവും ഇടവപ്പള്ളിയിൽ നടക്കാൻ ഒത്തിരി കാര്യമുള്ളതുകൊണ്ട് ഒത്തുവരികയില്ല. അതുകൊണ്ട് അച്ഛന്മാരും തിരുമേനിമാരും ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക. പല സ്ഥലങ്ങളിലും തിരുമേനിമാരും അച്ഛന്മാരും ഇവിടേക്ക് ആളിനെ പറഞ്ഞു വിടുന്നുണ്ട്. ഞങ്ങൾക്ക് പല കേസുകളാണ്, പല പ്രശ്നങ്ങളാണ്. എല്ലാ കാര്യം ശ്രദ്ധിക്കാനൊക്കെ ഒത്തിരി സമയം എടുത്താലേ ഇതൊക്കെ പഠിപ്പിക്കാനും നടത്താനൊക്കെ ഉള്ളൂ. നിർമ്മാണം ചെയ്തോന്ന് പറഞ്ഞ് എഴുത്തും കൊടുത്ത് വിടുക ഇങ്ങോട്ട്. അപ്പൊ അങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു ശുശ്രൂഷയാണിത്. വീട്ടിൽ വെച്ച് കൈകാര്യം ചെയ്യാനൊക്കാത്ത രോഗികളെ ആശുപത്രിയിൽ കൊണ്ട് വിടുന്നു. OP-യിൽ വെച്ച് കൈകാര്യം ചെയ്യാനൊക്കാത്ത രോഗികളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിടുന്നു. ഇന്റൻസീവ് കെയർ യൂണിറ്റിലാക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു മെഡിക്കൽ കോളേജിന്റെ ഒരു ഓപ്പറേഷൻ തിയേറ്ററോ അതുപോലെയുള്ള ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് പോലെ ഒരു സ്പെഷ്യൽ ശുശ്രൂഷയാണ് നടത്തുന്നത്. അത് വരുന്നവരെല്ലാം ഒരുങ്ങി തയ്യാറായി വന്ന് അതിലെ ശുശ്രൂഷയ്ക്ക് വിധേയരാകാനും ശുശ്രൂഷയിൽ പങ്കാളികളാകാനും അതിൽ സഹകരിക്കാനും സാധിച്ചാൽ ഞങ്ങൾക്ക് അനുഗ്രഹമുണ്ടെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ വേലയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനോട് സമാഹരിക്കുകയാണ്. നാളെ ഇവിടെ കുർബാനയില്ല. നാളെ നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ കുർബാന പുത്തൻ കുർബാനയാക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേൾവിക്കാരുടെ പ്രതിയായിട്ട് ഒരാൾ പ്രാർത്ഥിക്കും. ഇത് സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന നിൽക്കുകയോ മുട്ടുകുത്തുവോ ഇരിക്കുകയോ എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. പരിശുദ്ധ കന്യമറിയാം വചനം കേട്ടപ്പോൾ
യേശുവിനെ സ്വന്തമാക്കാൻ പ്രതികരിച്ചതുപോലെ കേൾവിക്കാരുടെ പ്രതിയായിട്ട് ഒരാൾ പ്രതികരിക്കുന്നു. നമുക്കതിനോട് ചേരാം, ആമീൻ പറയാം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കുകാക്കുവാൻ, യേശുവെ സമർപ്പിക്കുന്നു. പാവം വാതിക്കൽ കിടക്കുന്നു, അത് നിന്നോടെ ആകുന്നു എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഞങ്ങളെ വാതിക്കൽ കിടക്കുന്ന പാവം ഞങ്ങളെ വിധിഞ്ഞിരിക്കുകയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതിന് ഞങ്ങളോട് ആഗ്രഹമുണ്ടായി, ഞങ്ങൾക്ക് അതിനോട് ആഗ്രഹമായി പോയി, ഞങ്ങൾ അതിൻ്റെ ഉള്ളിലായിപ്പോയി. ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് കർത്താവിന്റെ വചനം ഞങ്ങളെ പഠിപ്പിച്ചു. എന്നാൽ ഞങ്ങളുടെ ദേഹി ഇന്ന് മരിച്ചു കിടക്കുകയാണ്. ഞങ്ങൾക്ക് ജീവനുള്ളവെന്ന് എനിക്ക് പേരേ ഉള്ളൂ, നീ മരിച്ചവനാകുമെന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ കർത്താവെ ഞങ്ങൾക്ക് ജീവനുള്ളവരെന്ന് പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മരിച്ചവരാണ്, ഞങ്ങൾ പാപം ചെയ്തു പോയവരാണ്, പാപത്തിൽ വീണു പോയവരാണ്, പാപത്തെ ഇഷ്ടപ്പെട്ടവരാണ്, പാപം കയറി പിടിച്ചവരാണ്. കർത്താവെ അങ്ങനെ ഞങ്ങളുടെ ദേഹി മരിച്ചു കിടക്കുന്നു എന്ന് ഞങ്ങൾ സമ്പൂർണ്ണമായി സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവെ. പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പാപത്തിൽ നിന്ന് വിട്ടോടുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ അവിടുന്ന് ഞങ്ങളെ കർത്താവെ പിശാച് ഞങ്ങൾ ദൈവത്താൽ ഞങ്ങൾ തള്ളപ്പെടുമ്പോൾ പിശാച് ഞങ്ങളെ കൊള്ളപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ പാപം ചെയ്തപ്പോൾ ഞങ്ങളുടെ ദേഹി മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിശാച് ഞങ്ങളെ കൈക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഞങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ കഴിയാതെ, ദൈവത്തിന്റെ കൽപ്പന ലഭിച്ച് പ്രമാണിക്കാൻ കഴിയാതെ, കർത്താവിനെ സ്നേഹിക്കാൻ കഴിയാതെ ഞങ്ങളിന്ന് പിശാച് കൊള്ളപ്പെട്ടവരായി, പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി, പിശാചിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരായി ഞങ്ങൾ മാറിയിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, പ്രശ്നങ്ങൾ മാറുന്നില്ല. അതിന്റെ കാരണം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ പിശാചിന് അമ്മാനമാടുന്നതുകൊണ്ടാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ ഞങ്ങളെ തള്ളപ്പെട്ടു പോയ അവസ്ഥ ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. ഇന്നു മുതൽ കർത്താവെ ഞങ്ങൾ ദൈവത്താൽ കൊല്ലപ്പെട്ടവരായി മാറുവാൻ, ഞങ്ങളെ പിശാചിനാൽ തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്ന് പിശാച് ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് ദൈവം ഞങ്ങളെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നു. യേശുവിനെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പഞ്ചേന്ദ്രങ്ങളിലൂടെ പിശാച് കയറി വരുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഞങ്ങളുടെ പഞ്ചേന്ദ്രങ്ങൾ പിശാചിന് വേണ്ടി ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് കർത്താവെ. അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തിലൂടെ, ഇഷ്ടമുള്ള വ്യക്തിയിലൂടെ, ഇഷ്ടമുള്ള സ്ത്രീയിലൂടെ, പുരുഷനിലൂടെയും ഇഷ്ടമുള്ള സാധനങ്ങളിലൂടെ എല്ലാം കർത്താവെ ഈ പിശാച് കണി വെച്ചിട്ട് കയറി വരികയാണ്. ഞങ്ങൾക്ക് എന്നാൽ കർത്താവെ ഞങ്ങൾക്ക് പലരോടും പല മമതകളുണ്ട് കർത്താവെ. അതിനെ ഞങ്ങൾ പ്രിയപ്പെടുകയാണ്, അതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. അതിലൂടെ കർത്താവെ പിശാച് ഞങ്ങൾ കയറി വന്നെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പലരെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അതിന് ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അത് ഞങ്ങളുടെ കൂടെ പുറപ്പായി ഞങ്ങളെ കയറി പിടിച്ചിരിക്കുകയാണ് കർത്താവെ. അതുകൊണ്ട് ഞങ്ങളുടെ പിശാച് ഞങ്ങളെ ഭരിക്കുന്നതുകൊണ്ടും പിശാചിന്റെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിക്കുന്നതുകൊണ്ടുമാണ് ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അത് കർത്താവിനെ തള്ളപ്പെട്ടതുകൊണ്ടുമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ ദൈവമേ ഇന്ന് പിശാച് ഞങ്ങളെ ചേർത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വിടുതൽ വേണം. അതുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാത്തിനും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ത്രീയെ, ഇഷ്ടമുള്ള പുരുഷനെ, ഇഷ്ടമുള്ള സാധനത്തെ എല്ലാം ഞങ്ങൾ വേണ്ട വെളിപ്പെടുത്തിൽ വെച്ചാണ്. എന്തെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അതിനെല്ലാം വെളിപ്പെടുത്തിൽ വെച്ചിട്ട് കർത്താവ് തരുമ്പോൾ മാത്രം കയറിയെടുക്കുവാനും, കർത്താവ് പറയുന്നത് പോലെ ഞങ്ങൾ കയറിയെടുക്കുവാനും, കർത്താവ് പറയുമ്പോൾ മാത്രം അത് വാങ്ങിക്കുവാനും ഞങ്ങൾക്ക് അത് കൃപതന്മാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങൾ പള്ളിയിൽ പോകുന്നതും കുർബാന ചൊല്ലിക്കുന്നതും നേർച്ച ഇടുന്നതും കത്തിക്കുന്നതും എല്ലാ കാര്യവും ഞങ്ങളുടെ ഇഷ്ടം സാധിക്കാനാണ്. എന്നാൽ ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങളെ വിട്ടു തന്നിട്ടില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ കർമ്മ തോന്നണം. അത് കർത്താവിനെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ ഇന്ന് മുതൽ കർത്താവെ ഞങ്ങളുടെ പള്ളിയിൽ പോകും, ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ നേർച്ചകളും കാഴ്ചകളും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതും ദൈവ ഇഷ്ടത്തിന് മാത്രമായി തീർന്നാൽ മതി. കർത്താവിന് ഇഷ്ടമില്ലാത്തൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ലേ. കർത്താവിന് ഇഷ്ടമില്ലാത്ത എല്ലാം എടുത്തു കളഞ്ഞേക്കണമേ കർത്താവെ. അതുകൊണ്ട് കർത്താവിന് ഇഷ്ടമുള്ളത് മാത്രം ഞങ്ങൾക്ക് മതി കർത്താവെ. അതിനായിട്ട് ഞങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അമിതമായ പിശാചിന്റെ ഒളിപ്പടമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ആ ഒളിപ്പടത്തിൽ നിന്ന് കർത്താവെ പൂർണ്ണമായിട്ട് ഞങ്ങൾക്കൊരു വിടുതൽ വേണമെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതുകൊണ്ട് എല്ലാം മാറ്റിവെച്ച മാതാവിനെ പോലെ പരിശുദ്ധ മാതാവ് ഓർച്ചിരുന്ന കല്യാണവും വേണ്ടാന്ന് പറഞ്ഞു, യോസഫിനും വേണ്ടാന്ന് പറഞ്ഞു, ഒന്നും ഈ ലോകത്തിന്റെ സുഖങ്ങളും വേണ്ടാന്ന് പറഞ്ഞ് ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് യേശു കുഞ്ഞിനെ കിട്ടിയത്. അങ്ങനെയാണ് ഹൃദയം ശുദ്ധമായത്. ഹൃദയം ശുദ്ധമായി കഴിയുമ്പോഴേ യേശുവിനെ കിട്ടുവല്ലോ ഓർത്താവേ. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധമില്ല. അതുകൊണ്ട് യേശു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടുന്നുമില്ല. കിട്ടിയ യേശു കുഞ്ഞ് മരിച്ചും പോയി. അങ്ങനെയാണ് ഞങ്ങളെ പിശാച് എടുത്തിരിക്കുന്നതെന്ന് സമ്മതിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം. എന്നാൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കൈവശം വഴിയിലൂടെ കയറിയിട്ടുണ്ടെന്ന് ഞങ്ങൾ പഠിച്ചു. അത് ഏതൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. ആ വാതിക്കൽ കിടക്കുന്ന ആ ചെരുമ്പ് എന്ന് പറയുന്ന അത് ഈ കർത്താവെ ഏതൻ തോട്ടത്തിന്റെ വാതിക്കൽ കിടന്നിട്ട് ആ പാമ്പായിട്ട് നിന്ന് ആ പാമ്പ് കൗശലമേറിയതായിരുന്നതുകൊണ്ട് ഹവ്വായെ ചതിച്ചു. ഹവ്വായുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് അത് സ്നേഹപൂർവ്വം കാര്യം പറഞ്ഞ് ആ വിലക്കപ്പെട്ട ഫലം നിറച്ചു കൊടുത്തപ്പോൾ അത് തിന്നു. അങ്ങനെ കൈവശം ഉള്ളിൽ കയറി. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വിലക്കപ്പെട്ട വ്യക്തികളെയും വിലക്കപ്പെട്ട സാധനത്തിനെയും ഞങ്ങൾ കയറി എടുത്തതുകൊണ്ട് കർത്താവ് തരാത്തായതുകൊണ്ടാണ് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് കൈവശം കയറി കിടക്കുന്നതും ഞങ്ങളുടെ കർത്താവ് പിശാചിന്റെ തലയോട്ടായി ഞങ്ങളുടെ ആദാമിന്റെ ഹവ്വായുടെ തലയോ പിശാചിന്റെ ആരെന്ന് തീർന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒളിപ്പണമായി മാറിയിരിക്കുകയാണെന്ന് സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവിന് ഇഷ്ടമില്ലാത്തൊക്കെ ഞങ്ങൾ തിന്നുപോയി, പറിച്ചുപോയി, കിട്ടിപ്പോയി, കണ്ടുപോയി, കേട്ടുപോയി, അറിഞ്ഞുപോയി. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവെ. ഞങ്ങളോട് കണ്ണ തോന്നണം. അതുകൊണ്ട് കർത്താവ് തരാത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ആ പാമ്പിനെ ജയിക്കുവാൻ, ജയിച്ച ദൈവത്തിന് സ്തോത്രം പാടുവാൻ, അങ്ങനെ ജയിച്ചവരാ ദൈവത്തിന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുവാൻ ഇന്ന് മുതൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആ ജയിച്ച ഉള്ളിൽ മറിഞ്ഞിരിക്കണമെങ്കിൽ, ആ ജയിച്ചവരാ യേശുവിനോട് കൂടെ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേണമല്ലോ. നന്മയുടെ പര്യായമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ആത്മാവും ഞങ്ങളിൽ വസിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ ഹൃദയശുദ്ധി കിട്ടത്തുള്ളൂ. ഹൃദയശുദ്ധി കിട്ടിയ
അനുസരിച്ചാലേ അനുസരണം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവുള്ളൂ. പാപ്പാവിനെ ചതിക്കാൻ പറ്റുള്ളല്ലോ. കർത്താവ് സാത്താനെ വേഗം നിങ്ങളുടെ കാൽക്കീഴെ ചവിട്ടി കളയാമെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ ആ സാത്താനെ ഇന്ന് ചവിട്ടിക്കളയാൻ കഴിയാതെ സാത്താൻ ഞങ്ങളെ ചവിട്ടിയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിച്ചിട്ട് ഞങ്ങൾക്ക് അനുസരണമുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ ഈ സാത്താനെ ചവിട്ടാൻ സാധിക്കുകയുള്ളൂ. അനുസരണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ സാത്താനെ ചവിട്ടണമെങ്കിൽ താമരത്തിനൊത്ത കാല് വേണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ആ താമരത്തിനൊത്ത കാല് ഞങ്ങൾക്കില്ല. കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിന് സമാധാന സുവിശേഷത്തിന് കാലിന് ചെരുപ്പാക്കണമെന്ന് പറഞ്ഞു. സമാധാന സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചെരുപ്പ് ഞങ്ങളുടെ ജീവിതത്തിലില്ല, കാലുമില്ല. ഒന്നുമില്ലാതെ ഞങ്ങളുടെ പിശാചിന്റെ കൈയും കാലുമായി പോയി. അതുകൊണ്ട് നിന്റേതായി ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് തരാത്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ഏത് സാധനം ഉണ്ടെങ്കിലും ഏത് വ്യക്തിയായിരുന്നാലും അത് കർത്താവ് എടുത്ത് കളഞ്ഞിട്ട് കർത്താവ് ധർമ്മം മതി എന്ന് പറഞ്ഞൊരു കാത്തിരിപ്പിന് വേണ്ടി ഇതാ ഞങ്ങളെ തന്നെ ബലിപീഠത്തിലേക്ക് ഞങ്ങൾ സ്നേഹിക്കുന്നതിനെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനെയും ഞങ്ങളുടെ എല്ലാ അത്യാഗ്രഹങ്ങളെയും ഞങ്ങൾ ഇതാ ബലിപീഠത്തിൽ വെക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് തിരിച്ചു തന്നാൽ മതി. ഇഷ്ടമില്ലെങ്കിൽ അതെല്ലാം കുടിച്ചുകൂടി കളഞ്ഞേക്കണം. അങ്ങനെ കർത്താവിന്റെ കൂടെ മാത്രം ഞങ്ങൾ വസിക്കുവാനും കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ ഭരിക്കുവാനും കർത്താവിന്റെ ആത്മാവിന്റെ നിന്ദകളായിരിക്കാനും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറുവാനും കർത്താവെ ഞങ്ങളെ പൂർണ്ണമായ നിവാരങ്ങളിൽ കാഴ്ചട്ട് കർത്താവെ ഞങ്ങളോട് സംസാരിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് യേശുവിനെ അല്ലാതെ ആരെയും വേണ്ട, ഒന്നിനെ വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം മതി. യേശു തരുന്നത് മതി, തരുന്നിടത്തോളം മതി. തരുന്ന സമയത്ത് മതി, തരുന്നത് മധുരമായിക്കോട്ടെ, കയ്പായിക്കോട്ടെ. അതിനായി ഞങ്ങളെ പൂർണ്ണമായി വിട്ടു തരുന്നു. ഇന്ന് ഞങ്ങൾ തിരിച്ചു കൊടുത്ത് വളർത്തി തിന്മയുടെ ശക്തികൾ തന്റെ ആവശ്യത്തിലൂടെ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. താമരമുള്ള ചെരുപ്പ് കൊണ്ട് സമാധാന സുവിശേഷത്തിന്റെ കാലുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊടുത്ത് വളർത്തി തിന്മയുടെ ശക്തികൾ ഞങ്ങളുടെ അത്യാഗ്രഹങ്ങൾ ഞങ്ങളെ വലം വെച്ചിരിക്കുന്ന വിശ്വാസികളെ അതിനെ ചവിട്ടേണ്ടത് തന്റെ ആവശ്യത്തിന്റെ കാലിലൂടെ ഉപയോഗിച്ച് ചവിട്ടി സമുദ്രത്തിൽ വിടേണ്ടതിനെ സമുദ്രത്തിൽ വിട്ട് മാറ്റിക്കെട്ടലിനെ മാറ്റിക്കെട്ടി ഭാരം കൊടുക്കേണ്ട ഭാരം കൊടുത്ത് ഇന്ന് തന്റെ ആവശ്യത്തിനോട് ചെയ്ത എല്ലാ വേലകൾക്കായി നന്ദി പറയുന്നത്. അതിന് ഞങ്ങൾ യോഗ്യതയില്ലെന്ന് സമ്മതിക്കുന്നു. അതിന്റെ സ്നേഹവും കരുണയുമാണ്. ഒരു ദിവസം കൂടെ കർത്താവിന്റെ വരവ് മാറ്റിവെച്ചത് ഞങ്ങളുടെ ഒരുക്കത്തിന് വേണ്ടിയാണ്. ഞങ്ങളെ ഒക്കെ രക്ഷാമൂർത്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം ഞങ്ങൾ രക്ഷാമൂർത്തി പ്രാപിച്ച് കർത്താവിനോടൊപ്പം സന്തോഷിക്കുവാൻ ഞങ്ങളെ പൂർണ്ണമായി വിട്ടു തരുന്നു. പ്രാർത്ഥന കേട്ടാൽ ഞങ്ങളെ സ്തുതിക്കുന്നു.